ദൈവത്തിന് സ്തോത്രം. ഈ മനോഹരമായ സന്ധ്യയിൽ കുന്നുകുടി പ്രവർത്തന അസംബ്ലിയിലുള്ള പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പം ദൈവ ലഭ്യമായ അവസരമൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം സമ്മാനിച്ച സഭയുടെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കും. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ ക്ലാസിനെ കുറിച്ച് പ്രിയ സാമൂഹ്യനോട് പറഞ്ഞപ്പോൾ ഞാനൊരു പുതിയൊരു വിഷയം അതിനുവേണ്ടി തയ്യാറാക്കി. എന്നാൽ ഏകദേശം 20-25 മിനിറ്റ് പോകാൻ സാധ്യതയുള്ളൂ എന്ന് ഞാൻ അന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് പുതിയൊരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അവതാരികയൊക്കെ പറയാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുക്കുമല്ലോ. അതുകൊണ്ട് ആ വിഷയം മാറ്റിവെച്ചിട്ട് നമുക്ക് ഏവർക്കും പരിചിതമായ വ്യത്യസ്തമായ ചില വിഷയങ്ങൾ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കാം എന്ന് ഞാൻ കരുതി. ഈ വിഷയത്തെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും പഠനങ്ങൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും എനിക്കറിയാം. നിങ്ങൾക്ക് പലരും നിങ്ങളുടെ ചിന്തയിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെയും ഒന്ന് റീഫർബിഷ് ചെയ്ത് എടുക്കാൻ മാത്രമാണ് ഇന്നത്തെ ഈ സമയം നമ്മൾ വേർതിരിക്കുന്നത്. നമ്മുടെ സമയം ഇപ്പോഴും പരിമിതമാണ്. കൂടെ കൂടുതൽ എടുക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സമയത്തിന് പരിമിതി മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ നേരെ ആമുഖമെല്ലാം ഒഴിവാക്കി വിഷയത്തെ ലോക പ്രശസ്തമായ ഒട്ടേറെ പ്രഭാഷണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. ഉദാഹരണത്തിന് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് ആരംഭിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു പ്രഭാഷണം. എബ്രഹാം ലിങ്കന്റെ ഗെറ്റിസ്ബർഗ് സ്പീച്ച് വളരെ പ്രശസ്തമാണ്. യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തെ കുറിച്ച് നമ്മൾ കേട്ടു. ഭാരതം സ്വാതന്ത്ര്യം നേടിയ ഓഗസ്റ്റ് 14 രാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗവും വളരെ പ്രസിദ്ധമാണ്. പി കെ കൃഷ്ണമേനോന്റെ പ്രശസ്തമായ UNO സ്പീച്ചിനെ കുറിച്ച് നമുക്കറിയാം. അമേരിക്കയിൽ പോയി മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ചിക്കാഗോ സ്പീച്ചിനെ കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. ഇതെല്ലാം അനേക വ്യക്തികളെ സ്വാധീനിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളാണ്. എന്നാൽ ഈ പ്രഭാഷണങ്ങൾ അനേകരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിലുള്ള ചില ആളുകളെ ചില കാലത്തേക്ക് മാത്രം സ്വാധീനിക്കുന്നവയാണ്. All influences some people in some locality for some time. എന്നാൽ എക്കാലത്തും എവിടെയുമുള്ള എല്ലാ മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുള്ള ഇപ്പോഴും സ്വാധീനിക്കുന്ന ഒരു പ്രസംഗം അങ്ങനെയൊന്നും മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രഭാഷണമാണ് അത് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ പ്രഭാഷണമാണ്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ് ആ പ്രഭാഷണത്തിന്റെ വിശദാംശങ്ങൾ നാം കാണുന്നത്. ഒരു പ്രഭാഷണം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ശ്രോതാക്കളെ എല്ലാം പിടിച്ചിരുത്തിയ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച ഒരു പ്രസംഗവുമായിരുന്നു. ഒരു വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ പ്രസംഗമായിരുന്നു. ചെറിയ മന്ദമായിരുന്നു, ശീതളമായിരുന്നു. ഒരു ഗുരു തന്റെ ശിഷ്യന്മാർക്ക് വളരെ സൗമ്യമായി നൽകിയ ചില നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ദൈവരാജ്യത്തിന്റെ മാഗ്ന കാർട്ട ആയിരുന്നു ആ പ്രസംഗം. ഇന്ന് നമ്മുടെ ചിന്താവിഷയം ആ പ്രഭാഷണത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മിക്കവാറും എല്ലാവരും ദൈവമക്കളാണ് എന്നെനിക്കറിയാം. എന്തിനാണ് കർത്താവ് നമ്മളെ ദൈവ മക്കളാക്കി തീർത്തത്? അല്ലെങ്കിൽ എന്തിനാണ് കർത്താവ് തന്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തത്? തീർച്ചയായിട്ടും അത്രയും വിലയേറിയ രക്തം നൽകി നമ്മെ വീണ്ടെടുക്കുമ്പോൾ കർത്താവിന് പിന്നിൽ ഒരു ഛേദോവികാരമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു കാരണമുണ്ട്. എന്തിനാണ് യേശുക്രിസ്തു നമ്മെ തന്റെ ചോര നൽകി വീണ്ടെടുക്കുന്നത്? അതാണ് ചോദ്യം. അതിന് ഉത്തരം കൃത്യമായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലുണ്ട്. ഞാനത് പറയാം. ഞാൻ ആ വാക്യം പറയുമ്പോൾ അതിൽ ഒരു വാക്ക് ഞാൻ ഒഴിവാക്കും. യു ഹാവ് ടു ഫൈൻഡ് ദ മിസ്സിംഗ് വേർഡ്. ഞാൻ ഒഴിവാക്കിയ ആ പദം ഏതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എഫേസ്യ ലേഖനം 2-10 നാം അവന്റെ കൈപ്പണിയായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നാം ചെയ്തു പോരേണ്ടത് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഏത് വാക്കാണ് മിസ്സായത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നാം അവന്റെ കൈപ്പണിയായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു വാക്കുണ്ട്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവം നമ്മെ തന്റെ മക്കളാക്കി തീർത്തതിന്റെ ലക്ഷ്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി. യേശുക്രിസ്തുവിനെ കർത്താവിന്റെ മക്കളായി നാം തീർന്നത് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടല്ല. എന്നാൽ അവൻ നമ്മെ തന്റെ മക്കളാക്കി തീർത്തത് സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി.
ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, സൽപ്രവർത്തികൾ ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. ഏറ്റവും വലിയ സൽപ്രവൃത്തി ഏതാണ്? ലക്ഷക്കണക്കിന് ആളുകളോട് സുവിശേഷം പറയുന്നതാണോ? അതോ കോടിക്കണക്കിന് രൂപ സാധുക്കൾക്ക് നൽകുന്നതാണോ? നിരവധി ക്രിസ്തീയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതാണോ? ഏതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം, ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്ന് പറയുന്നത്? ദൈവം നമ്മെ കൈപ്പണിയായി സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം, അഥവാ ദൈവം നമ്മെ തന്റെ മക്കളാക്കി സൃഷ്ടിക്കുന്നതിന്റെ ഉദ്ദേശം, ആ സൽപ്രവൃത്തി എന്താണ്? ഇന്ന് നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അടുത്ത ചില മിനിറ്റുകൾ നടത്താനായി. തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഏതാണ് ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്നുള്ളതിന് ഒറ്റ വാചകത്തിൽ തന്നെ ഉത്തരം പറയാൻ കഴിയും. ഒരു വാക്കിൽ തന്നെ വേണമെങ്കിൽ ഉത്തരം പറയുവാൻ സാധിക്കും. ആ വാക്ക് ഏതാണെന്നുള്ളതിന് ഒന്ന് രണ്ട് ക്ലൂ ഞാൻ നിങ്ങൾക്ക് നൽകാം. ഒന്നാമത്തെ ക്ലൂ എന്താണ് ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ക്ലൂ, ഇതൊരു വസ്തുവിന്റെ പേരാണ്. പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാകും തോന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ക്ലൂ പറയാം. പ്രത്യേകിച്ച് അമ്മമാർക്ക് വളരെ പരിചിതമായ, സഹോദരിമാർക്ക് വളരെ പരിചിതമായ ഒരു വസ്തുവാണ്. അപ്പോഴും അത് വ്യക്തമല്ലാതെ എനിക്കറിയാം. മൂന്നാമത്തേത് പലരും ഉത്തരം പറഞ്ഞു നോക്കുന്നുണ്ട്. ആഹാരത്തിന് രുചി വരുത്തുന്ന ഒരു പദാർത്ഥമാണ്. അജിനോമോട്ടോ അല്ല. ഇപ്പൊ ഏറെക്കുറെ കൃത്യമായിട്ട് ഉത്തരം മനസ്സിലായി കാണുമല്ലോ. ആ വസ്തു ഏതാണെന്ന് മനസ്സിലായി കാണും. ഉപ്പ് എന്നുള്ളതാണ്. ഉപ്പിനെ കുറിച്ച് കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വളരെ പരിചിതമാണ്. It's a very familiar verse and a topic for us. You must have heard several messages on that topic. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ ആമുഖവും ഔദാരികവും ആവശ്യമില്ലാത്ത വിഷയം, നാം പഠിച്ചിട്ടുള്ള വിഷയം തന്നെ അതോടെ പറയുന്നത് മാത്രമേ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളാവുന്നതല്ല. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നാം 14-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആ 4 വാക്യങ്ങൾ, ഈ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസിയുടെ, ഒരു ദൈവ പൈതലിന്റെ ജീവിത ദൗത്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ ദൈവവേദലാക്കി ഭൂമിയിൽ സൃഷ്ടിച്ച് നിലനിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം 16-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മനുഷ്യർ മഹത്വപ്പെടുത്തും വിധം നിങ്ങൾ ഉപ്പും പ്രകാശവും ഉള്ളവരായി തീരുക. നാം ഉപ്പും പ്രകാശവുമായി തീരണം. ഇതിനു വേണ്ടി നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ മനുഷ്യർ മഹത്വപ്പെടുത്തുന്നു. ഉപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്റേണൽ ഇൻഫ്ലുവൻസ് ആണ്, അതിന് എക്സ്റ്റേണൽ റോളൊന്നുമില്ല. എന്നാൽ പ്രകാശത്തിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. സ്വാധീനത്തിന്റെ 2 ഫേസസ് ആണ്, 2 മുഖങ്ങളാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ നാം ഈ വായിച്ച 13 മുതൽ 14 വരെയുള്ള 4 വാക്യങ്ങൾ, ഈ 4 വാക്യങ്ങൾ നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നു. അത് നമ്മൾ ഒന്നോടൊന്ന് കാച്ചിക്കുറുക്കി ഒരു വാക്കിലേക്ക് ചുരുക്കുന്നു എന്ന് കരുതുക. അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു വാക്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇൻഫ്ലുവൻസ് എന്നാണ് ആ പദം. സ്വാധീനിക്കുക. യു ഹാവ് ടു ഇൻഫ്ലുവൻസ് ദ വേൾഡ് വേർ യു ലീവ്. നാം ജീവിക്കുന്ന ഈ ലോകത്തെ സ്വാധീനിക്കും. കർത്താവ് പറയുക, ഞാൻ നിന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നു. ഇതിനു വേണ്ടി ലോകത്തെ സ്വാധീനിക്കാൻ വേണ്ടി. നിന്നെ സൃഷ്ടിച്ചതിന്, നരകത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തതിന്, ഈ ഭൂമിയിൽ നിന്നെ നിർത്തിയിരിക്കുന്നതിന് എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. യു ഹാവ് ടു ഇൻഫ്ലുവൻസ് ദിസ് വേൾഡ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ടു വി ഇൻഫ്ലുവൻസ് ദിസ് വേൾഡ്? നാം നമ്മുടെ ചുറ്റുപാടുകളിലും പാർക്കുന്നവരെ, നമ്മുടെ ലോകത്തെ, നമ്മുടെ ചെറിയ ലോകത്തെ നാം സ്വാധീനിക്കുന്നുണ്ടോ? യെസ്, വി ഡു. നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഗുണകരമായിട്ടോ ദോഷകരമായിട്ടോ നാം മറ്റുള്ളവരെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. നാം പോലും അറിയാതെ നാം അവരെ സ്വാധീനിക്കുന്നു. ഇതിലൂടെ ഗിരിപ്രഭാഷണം പറയുകയാണ്, യു ഷുഡ് ബി എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഇൻ യുവർ വേൾഡ്. നിങ്ങളുടെ ലോകത്ത്, നിങ്ങൾ പാർക്കുന്ന മേഖലയിൽ, നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിങ്ങൾ ഒരു ഗുണകരമായ സ്വാധീനമായി തീരണം. അതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. അന്നത്തെ ആ ലോകം വളരെ കറപ്റ്റഡ് ആയ ഒരു സൊസൈറ്റി ആയിട്ട് മാറി. രാഷ്ട്രീയപരമായിട്ട്, സാമൂഹ്യമായിട്ട്, കുടുംബപരമായിട്ട്, ആത്മീയമായിട്ട് എല്ലാം ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം.
ആ സാഹചര്യത്തിലാണ് ദൈവമക്കൾ അതിനെ, ആ കറപ്റ്റഡ് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. ഓർക്കണം, നോഹയുടെ കാലത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. കാലം വീണ്ടും മുന്നോട്ട് പോയി. സൊദോം ഗൊമോറ വന്നപ്പോഴേക്കും മനുഷ്യന്റെ ദുഷ്ടതയും തിന്മയും വളരെ വർദ്ധിച്ചു. അതിന്റെ ഇന്നും പ്രകടമായ സൂചനയാണ് ചാവുകടൽ. യേശുവിന്റെ കാലം വന്നപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചു. ലോകത്തിന്റെ തിന്മ, ദുഷ്ടതയുടെ, തിന്മയുടെ ആ ഗ്രാഫിങ്ങിനെ മെല്ലെ ക്രമേണ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് കോവിഡ് പേഷ്യൻസിന്റെ എണ്ണം ഇങ്ങനെ കൂടുന്ന പോലെ ഇന്ന് എത്ര അധികമായി ദുഷ്ടതയും തിന്മയും വർദ്ധിച്ചിരിക്കുക. ലോകത്തിന് കൂടുതൽ കൂടുതൽ ചീത്തയാകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് ഈ വൈൻ ചെയ്യുന്ന ക്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നമ്മളതിങ്ങനെ മുഴുവൻ വൈൻ ചെയ്ത് അത് എന്നിട്ട് അവിടെ വെക്കും. ക്രമേണ അതിങ്ങനെ അൺവൈൻ ചെയ്തുകൊണ്ടിരിക്കും. കുറെ ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ ടോട്ടലി അൺവൈൻ ചെയ്തു, നമ്മൾ വീണ്ടും വൈൻ ചെയ്യും. ക്ലോക്കിന് ആ കൂടെ ചെയ്യാൻ കഴിയുന്നത് അൺവൈൻ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അത് സ്വയം വൈൻ ചെയ്യാൻ സാധിക്കുന്നു. യു നീഡ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടു വൈൻ ദ ക്ലോക്ക്. ഇത് പറഞ്ഞ പോലെ നമ്മുടെ ഈ ലോകത്തിന് ചീത്തയാകാനേ സാധിക്കത്തുള്ളൂ, അതിന് സ്വയം നന്നാകാൻ സാധിക്കത്തില്ല. ഈ കറപ്ഷൻ, ആ ജീർണത എന്ന രോഗാണുവിനെ പ്രതിരോധിക്കുന്ന മരുന്ന് ഇന്നില്ല. ശാസ്ത്രം വളർന്നു, ടെക്നോളജി വളർന്നു, മെഡിസിൻ വളർന്നു, പക്ഷേ ധാർമ്മികത തളർന്നു, മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ജീവിത ലക്ഷ്യമില്ലാത്ത ആളുകൾ, കൊലപാതകം പോലും ഹോബിയായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യം. ലോകത്തിന്റെ സ്ഥിതി വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തെ, ദൈവഭക്തിയെ, ആത്മീയതയെ ഈ സമൂഹത്തിന് നാം കൈമാറുവാൻ കഴിയണം. ഈ സമൂഹത്തിന്റെ ഉള്ളിൽ ദൈവം വരണം, ദൈവഭക്തി ഉണ്ടാവണം, സ്പിരിച്വാലിറ്റി അവരുടെ ഉള്ളിൽ വരണം. എങ്ങനെയാണ് നമ്മുടെ ലോക സമൂഹത്തിന്റെ ഉള്ളിൽ ദൈവവും ദൈവഭക്തിയും ഒക്കെ വരിക? ഒരു ബ്രെയിൻ സർജറി നടത്തി അത് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇലക്ട്രോണിക് സ്റ്റിമുലേഷനിൽ കൂടെ സാധിക്കുമോ? സാധിക്കത്തില്ല. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ കൂടെ സാധിക്കുമോ? ഒരിക്കലുമില്ല. യു ആർ ദ ഓൺലി സൊല്യൂഷൻ, യു ആർ ദ ഓൺലി ആൻസർ. എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളാണ് അതിന് പരിഹാരം. യു ഹാവ് ടു ബിക്കം ദ സോൾട്ട് ഇൻ യുവർ കമ്മ്യൂണിറ്റി. നിങ്ങളായിരിക്കുന്ന ലോകത്ത് ഉപ്പും പ്രകാശവുമായി തീരുന്നതിലൂടെ ലോകത്തിന്റെ ജീർണതയ്ക്ക് കുറവ് വരുത്തുവാൻ, പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്കിടയാണ്. മത്തായി സുവിശേഷം 5:13 നാം തിരികെ വരികയാണ്. അവിടെ പറയുന്നു, യു ആർ ദ സോൾട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഉപ്പ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചത്? എന്തുകൊണ്ട്? വൈ നോട്ട് യു ആർ ദ ഗോൾഡ് ഓഫ് ദ വേൾഡ്, വൈ നോട്ട് യു ആർ ദ ഡയമണ്ട് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ യു ആർ ദ പ്രഷ്യസ് സ്റ്റോൺസ് ഓഫ് ദ വേൾഡ് എന്ന് കർത്താവ് പറഞ്ഞില്ല. അതിന് കാരണമുണ്ട്, ഉപ്പെന്ന് പറയാൻ കാരണമുണ്ട്. അന്നത്തെ പ്രബലരായ 3 സമൂഹങ്ങളാണ് ഗ്രീക്കുകാരും റോമക്കാരും യഹൂദന്മാരും. ഈ 3 സമൂഹത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഗ്രീക്കില് ഉപ്പിനെ ദിവ്യമായ ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത്. ഡിവൈൻ, തിയോൺ എന്നുള്ള വാക്ക് പോലെ ഒരു ചില അവസ്ഥകൾ ഉപയോഗിക്കുന്നുണ്ട്. സൂര്യന് ശേഷം ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുവാണ് ഉപ്പ് എന്നാണ് അവർ പരിഗണിക്കുന്നത്. ഈ റോമക്കാരെ സംബന്ധിച്ചാൽ അവരുടെ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന ഉപ്പായിരുന്നു, ആ സോൾട്ടാണ്. സോൾട്ടിൽ നിന്നാണ് സാലറി എന്നുള്ള പദത്തിന്റെ എറ്റിമോളജി, അതുണ്ടായ അതിന്റെ പശ്ചാത്തലം തന്നെ അതാണ്. ഒരു നമ്മൾ ഇംഗ്ലീഷിലായിട്ട് ഹി ഡസ് നോട്ട് വർത്ത് ഹിസ് സോൾട്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവന് ശമ്പളം കൊടുക്കുന്നു, പക്ഷെ അതിന് ആള് കഴിവുള്ളവൻ ഒന്നും അല്ല എന്നാണ് അതിന്റെ അർത്ഥം. സോൾട്ട് എന്ന് പറയുന്ന ആ നാടുകളിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സൂചന ആയിരുന്നു. സോൾട്ട് ഷെയർ ചെയ്യുക. ഞാൻ ഒരാൾക്ക് സോൾട്ട് കൊടുത്താൽ ഞാൻ ആ ആളിനെ കരുതും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. എനിക്കൊരു ശത്രു ഉണ്ടെന്ന് കരുതുക, ആ ശത്രുവിന്റെ അടുത്ത് പോയി ഞാൻ അദ്ദേഹത്തോട് പറയാം, നമുക്ക് ഉപ്പ് തിന്നാം, ലെറ്റ്സ് ഈറ്റ് സോൾട്ട് ടുഗദർ എന്ന് പറഞ്ഞാൽ ശത്രുവാണെങ്കിൽ നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കാം എന്ന് പറയുന്നതിന് തുല്യമായി. സാക്ഷികളുടെ മുൻപാകെ ഉപ്പ് തിന്നുകയായിരുന്നുവെങ്കിൽ ഇറ്റ് വാസ് ആസ് ഗുഡ് ആസ് സൈനിങ് ഇൻ ഫ്രണ്ട് ഓഫ് നോട്ടറി. ഇന്നത്തെ കാലത്ത് നോട്ടറിയുടെ മുമ്പാകെ സൈൻ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് 2 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദാവീദുമായി ദൈവം ഒരു സോൾട്ട് കവനന്റ്, ഒരു ലവണ നിയമം ഉണ്ടാക്കി എന്ന് പറയുന്നത്. ഇനി യഹൂദനെ സംബന്ധിച്ച് ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവരുടെ എല്ലാ വഴിപാടുകളിലും ഉപ്പ് ഒരു അഭിവാജ്യ ഘടകമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ യു ആർ ദ സോൾട്ട് ഓഫ് ദ വേൾഡ് എന്ന് കർത്താവ് പറയുമ്പോൾ അന്നത്തെ പ്രബലരായ 3 സമൂഹത്തിനും, ഗ്രീക്കുകാർക്കും റോമക്കാർക്കും യഹൂദനും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട വ്യക്തികളാണ്. വളരെ ഗൗരവമേറിയ ഒരു ദൗത്യം നിങ്ങൾക്ക് സമൂഹത്തിൽ നിർവഹിക്കുവാനുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ ശ്രേഷ്ഠമേറിയതാണ്, നിങ്ങൾ വിലപിടിപ്പുള്ളവരാണ് എന്നുള്ള സൂചനയാണ് അവിടെ ലഭ്യമാണ്. ഇനി എന്റെ ഈ സന്ദേശത്തിന്റെ 2-ാം ഭാഗത്തിലേക്ക് വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഉപ്പിന്റെ
ചില ഗുണങ്ങളെക്കുറിച്ച്, ചില സവിശേഷതകളെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ആവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത് ഉപ്പിന്റെ ഗുണം എന്ന് പറയുന്നത്, ഉപ്പിനെ മറ്റുള്ള വസ്തുക്കൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ള വസ്തുക്കൾ ഉപ്പിനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് ഉപ്പ് ബന്ധപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എന്തിനോടെങ്കിലും നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ആ വസ്തുവിൽ മാറ്റമുണ്ടാകും. എന്നാൽ ആ വസ്തുവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഉപ്പിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കും. ഉപ്പിനെ മറ്റൊരു വസ്തുവിലും സ്വാധീനിക്കാൻ കഴിയുകയില്ല. നമ്മളെക്കുറിച്ച് യേശുവിന്റെ ആഗ്രഹവും അത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് കർത്താവ് പറയുന്നുണ്ട്, തന്റെ പ്രശസ്തമായ പിതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ പറയുകയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ ഉടനെ സ്വർഗത്തിലേക്ക് എടുക്കണമെന്നല്ല, അവരെ keep them in the world, Lord. എന്നിട്ട് 20-ാം വാക്യത്തിൽ എന്തിനാണ് അങ്ങനെ സൂക്ഷിക്കുന്നത് എന്നുള്ള ആ താല്പര്യവും കർത്താവ് പറയുന്നത്. 20-ാം വാക്യത്തിൽ പറയുന്നത്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കും. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർ, ഇവർ ഈ ഭൂമിയിൽ ജീവിക്കണം. രക്ഷിക്കപ്പെട്ട എന്റെ മക്കൾ ഈ ഭൂമിയിൽ ജീവിക്കണം. ഇവര് എന്നെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയണം. അങ്ങനെ ഇവരുടെ വചനത്താൽ അനേകർ എന്നിൽ വിശ്വസിക്കണം. അതാണ് കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ തന്നെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറയുന്നു. ചുരുക്കത്തിൽ നാം ലോകത്തെ സ്വാധീനിക്കണം, എന്നാൽ ലോകത്താൽ സ്വാധീനിക്കപ്പെടരുത്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ, നാം ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്ന് പറയുന്നു. So we should influence the world, but we should not be influenced by the world. നാം ലോകത്തിൽ ഉള്ളവരാണ്, എന്നാൽ നാം ലോകത്തിന് ഉള്ളവരല്ല. നാം ലോകത്തിൽ ഉള്ളവരാണെങ്കിലും നാം ലോകത്തിന് ഉള്ളവരല്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഉപ്പ് മറ്റു വസ്തുക്കളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല എന്നതുപോലെ തന്നെ നാം ഈ ഭൂമിയിൽ മറ്റുള്ളവരെ സ്വാധീനിക്കണം. ആ വ്യക്തികൾ, ലോകത്തിന്റെ സംസ്കാരം അത് നമ്മെ സ്വാധീനിക്കാൻ പാടില്ല. നമ്മുടെ ചിന്തകളും വാക്കുകളും മനോഭാവവും പ്രവൃത്തിയും എല്ലാം സംശുദ്ധമായി സവിശേഷമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഇടയാകണം. രണ്ടാമത്തെ ഒരു കാര്യം, ഉപ്പിന്റെ നിറം അത് ശുഭ്രമാണ്. വൈറ്റ് ആസ് സ്നോ. ദാറ്റ് റെപ്രസെന്റ്സ് പ്യൂരിറ്റി, അല്ലെ? വിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് ബിയാറ്റിറ്റ്യൂഡ്സ് തന്നെ നമ്മൾ വായിക്കുന്നത്. നേരത്തെ ഞാൻ ഓർപ്പിച്ചോളൂ, നമ്മുടെ വാക്കും നമ്മുടെ നോട്ടവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ മനോഭാവവും അതെല്ലാം വിശുദ്ധമാകണം. മാത്രമല്ല, ദൈവിക വിശുദ്ധി നമ്മുടെ പെരുമാറ്റത്തിൽ കൂടെ, നമ്മുടെ ഇടപെടലിൽ കൂടെ പ്രതിഫലിക്കണം. ലോകം നമ്മിലൂടെയാണ് ദൈവിക വിശുദ്ധി കാണേണ്ടത്. നമുക്കറിയാം, സ്ഥാനീയമായി പറഞ്ഞാൽ നാം വിശുദ്ധന്മാരാണ്. ദൈവമക്കൾക്ക് തിരുവേദം നൽകുന്ന പേര് വിശുദ്ധന്മാർ എന്നുള്ള പേരാണ്. പക്ഷെ സത്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നല്ല പേരൊക്കെ ഉണ്ട്. സർദീസിലെ സഭയുടെ എഴുതുമ്പോ ജീവനുള്ളതെന്ന് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവനാകുന്നു എന്ന് പറയുന്നു. വിശുദ്ധൻ എന്നുള്ള പേരൊക്കെ നമുക്കുണ്ട്, പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തുപാലിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സത്യത്തിലുള്ള അവസ്ഥ എന്താണെന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ഞാൻ സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് തന്നെ സെയിന്റ് അഗസ്റ്റിൻ, വിശുദ്ധനായ അഗസ്റ്റിൻ എന്നാണ്. വളരെ സംശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഓ ലോർഡ്, ഗീവ് മീ ദൈ പ്യൂരിറ്റി, ഗീവ് മീ ദൈ പ്യൂരിറ്റി ഓ ലോർഡ്. ദൈവമേ, കർത്താവേ, അങ്ങയുടെ വിശുദ്ധി എനിക്ക് തരണം. ഐ എം നോട്ട് വില്ലിംഗ് ടു കോംപ്രമൈസ്. ഈ ലോകത്തിലെ മറ്റുള്ള വ്യക്തികളെക്കാൾ ഞാൻ വിശുദ്ധനാണ് എന്നുള്ളതുകൊണ്ട് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങ് എത്രമാത്രം വിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ വിശുദ്ധനായി തീരുവാൻ, ഓരോ ദിവസവും അങ്ങയുടെ വിശുദ്ധിയോട് അടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, സീനായ് മലയിലെ ദൈവ സംസർഗം കഴിഞ്ഞ് മടങ്ങി വരുന്ന മോശയുടെ മുഖം വെട്ടിത്തിളങ്ങുന്നതായിട്ട് നാം വായിക്കുന്നു. അതുപോലെ അതിവിശുദ്ധ ദൈവവുമായുള്ള നമ്മുടെ സമ്പർക്കത്തിലൂടെ എന്റെ ജീവിതം, എന്റെ പെരുമാറ്റം വിശുദ്ധമാകണം. അങ്ങനെ ഞാൻ ആർജിച്ച എന്റെ ജീവിത വിശുദ്ധി അത് വിശുദ്ധനായ കർത്താവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് കാരണമായി തീരും. ആസ് ക്രിസ്ത്യൻസ് വി ആർ റെസ്പോൺസിബിൾ ടു പ്യൂരിഫൈ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതാണ് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു അർത്ഥമായി നാം മനസ്സിലാക്കേണ്ടത്. അതിന് തടസ്സമായി എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ? നാം നമ്മോട് തന്നെ വളരെ ഗൗരവത്തോടെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധി എന്റെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അശുദ്ധി എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ അതിന്
പരിഹരിക്കണം. എന്റെ ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ച്, കുറവുകളെ കുറിച്ച്, പോരായ്മകളെ കുറിച്ച്, അശുദ്ധിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ഏറ്റുപറയുവാൻ ഞാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിലെ തെറ്റുകൾ പലപ്പോഴും പറയുമ്പോൾ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നാം ഏറ്റു പറയാറുണ്ടോ? ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞപ്പോൾ നിരുപാധികം താൻ കീഴടങ്ങുന്നതായിട്ടാണ്. യെസ്, ഞാൻ തന്നെയാണ്, അല്ലാതെ എല്ലാ വ്യക്തികളും എന്റെ പ്രജകളാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒഴികഴിവ് പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയല്ല ദാവീദ്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്തെങ്കിലും ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ, പരാജയങ്ങൾ, പോരായ്മകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുകൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം അത് ഏറ്റു പറയാറുണ്ടോ? അൺകൺഫസ്ഡ് സിൻസ് പലപ്പോഴും ദൈവമായിട്ട് നമ്മുടെ ബന്ധത്തെ വിച്ഛേദിച്ച് കളയുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പലരും ബോട്ടണി പഠിച്ചിട്ടുള്ളവരാണ് എന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ചെടികൾ ഇല പൊഴിക്കുന്നത്? അതിനൊരു പ്രത്യേക സയൻസ് ഉണ്ട്. നമുക്കറിയാം, ചെടിയുടെ തണ്ട്, അതിൽ നിന്ന് ഒരു ഇല ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ വേരിൽ നിന്നും വെള്ളം ചെടിയുടെ താഴത്തെ വേരിൽ നിന്ന് തണ്ടിലൂടെ ഇലയിലേക്ക് വരും. അവിടെയാണ് ഫോട്ടോസിന്തസിസ് പ്രോസസ് നടക്കുന്നത്. ചെടിയുടെ അടുക്കള ഇലയാണല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ വെള്ളം വരും. അപ്പൊ ഇല ഒഴിക്കേണ്ട കാലമാകുമ്പോൾ ഈ മരങ്ങൾ തന്നെ സ്വയം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തണ്ടിനും ഇലയ്ക്കും കൂടെ ഇടയിൽ അത് തമ്മിൽ കൂട്ടിച്ചേരുന്ന ആ പോയിന്റിൽ ഒരു ലെയർ ഓഫ് കോർക്ക് അവിടെ ഉണ്ടാകും. അതിന്റെ മുകളിൽ മറ്റൊരു ലെയർ ഓഫ് കോർക്ക്, അതിന്റെ മുകളിൽ മൂന്നാമത് വേറെ ലെയർ ഓഫ് കോർക്ക്, അങ്ങനെ സെവറൽ ലെയേഴ്സ് ഓഫ് കോർക്ക് ഉണ്ടായി. അതിന്റെ പരിണിത ഫലമായിട്ട് ഈ സെൽസ്, ജീവരസം ഈ തണ്ടിൽ നിന്നും ഇലയിലേക്ക് വരുന്നത് തടയപ്പെടും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ആ ജീവരസം കിട്ടാതെ വരുമ്പോൾ ഈ ഇല അടർന്ന് താഴെ വരും. അൺകൺഫസ്ഡ് സിൻസ് ഇൻ അവർ ലൈഫ് ആർ ലൈക്ക് ദ ലേയേഴ്സ് ഓഫ് കോക്ക്. ദൈവവും നാമും തമ്മിലുള്ള ബന്ധം എപ്പോഴും നിരന്തരം നമുക്ക് മുൻപോട്ട് ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയും. എന്നാൽ ഏറ്റുപറയാത്ത പാപങ്ങൾ, തെറ്റുകൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കുന്നതാണ്. ഒരുപക്ഷെ നാം ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് മാറ്റപ്പെടുന്നില്ല, എന്നാൽ ജീവിച്ചിരിക്കലും ചത്തതിലൊക്കുമേ എന്നുള്ള അവസ്ഥയിൽ നാം എത്തിച്ചേരും. നമുക്ക് ഫ്രൂട്ട്ഫുൾ ആകാൻ കഴിയാതെ വരും. നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നില്ലെങ്കിലും ഫെലോഷിപ്പ് നമുക്ക് നഷ്ടമായി തീരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് അശുദ്ധിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ്, നമ്മുടെ ജീവിതത്തിലെ തെറ്റിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് തിരുത്തുവാൻ, ഏറ്റുപറയുവാൻ ദൈവാത്മാവ് എന്തു പറഞ്ഞോ അത് തന്നെ പറയുന്നതാണ് ഏറ്റുപറയുക എന്ന് പറയുന്നത്. ഹോമോലഗാവോ എന്നാണല്ലോ അതിന്റെ ഗ്രീക്ക് പദം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മൈക്കൊക്കെ വരുന്നതിന് മുമ്പ്, സാങ്കേതിക വിദ്യയൊക്കെ വികസിക്കുന്നതിന് മുൻപ് ഏറ്റുപദേശിമാരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉപദേശിമാര് പ്രസംഗിക്കും, അത് അടുത്ത് കൂടുതൽ ഉച്ചത്തിൽ പറയാൻ കഴിയുന്ന വ്യക്തി അത് ഏറ്റുപറയും, ഏറ്റുപദേശിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സീൻ സങ്കല്പിക്കുക. ഒരു ഉപദേശി പ്രസംഗിക്കുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു. അപ്പൊ ഏറ്റുപദേശി പറയുകയാണ്, യേശുക്രിസ്തു വന്നെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിലാകുമോ? ഇല്ല. ഉപദേശി എന്തു പറഞ്ഞോ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഏറ്റുപദേശിയുടെ ജോലി. ദൈവത്തിന്റെ ആത്മാവ് പറയുക, മോനെ നീ കോപിച്ചു, അതൊരു തെറ്റാണ്, അത് പാപമാണ് എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയും, എന്റെ ദൈവമേ, ഞങ്ങളുടെ തലമുറയിൽ എല്ലാവരും അപ്പനപ്പൊക്കന്മാരുടെ കാലം തൊട്ട് എല്ലാവരും കോപിക്കുന്നവരാണ്. മോനെ നീ കള്ളം പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുമ്പോൾ നമ്മളെന്ത് പറയും? ഓ, ഇന്നത്തെ കാലത്ത് എന്റെ കർത്താവെ കള്ളം പറയാത്ത ആര്, അല്ലെ? ഇത് ഏറ്റുപറച്ചിലാണോ? അത് ഏറ്റുപറച്ചിലല്ല, ഒഴിവഴി പറയും. അങ്ങനെ ഒഴിവുകഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അശുദ്ധിക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലെല്ലാം യാചിക്കും. മൂന്നാമതായിട്ട് ഉപ്പിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ രുചിയാണ്. ദ ഫ്ലേവർ ഓഫ് ദ സോൾട്ട്. ഉപ്പ് എന്ന ആ രുചിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രത്യേക രുചി നമുക്കെടുത്ത് പറയാൻ കഴിയുന്നില്ല. പക്ഷെ അത് വളരെ ആസ്വാദ്യകരമാണ് ആ രുചി. നമുക്കറിയാം, പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, അമ്മമാർക്കറിയാം, ഉപ്പില്ലെങ്കിൽ ആഹാരത്തിന് രുചിയില്ല, ആഹാരത്തിന് രസമില്ല. ഓ, ഇന്ന് ഉപ്പില്ലായിരുന്നു, അമിതമായാലും അത് പ്രശ്നമാണെന്നുള്ള വേറൊരു കാര്യം. പക്ഷെ ഉപ്പ് ആഹാരത്തിന് രുചി വരുത്തുന്ന ഒരു പദാർത്ഥമാണ്. സത്യത്തിൽ ലോകത്തിന്റെ ഉപ്പ് എന്ന നിലയിൽ ലോകത്തിന് രുചി നൽകേണ്ടത് ഞാനും നിങ്ങളുമാണ്. നാം ആയിരിക്കുന്ന ലോകത്ത് ആ ലോകം രുചിപ്രദമായി തീർണമെങ്കിൽ അത് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രശ്നസങ്കീർണമായ ലോക സാഹചര്യത്തിൽ ജനം വല്ലാത്ത ഭയപ്പാടോടെ ഇരിക്കുന്ന ഒരു സാധനം. ഈ സമയത്ത് അന്യർക്ക് ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുവാൻ, സമാധാനം കൈമാറുവാനുള്ള വലിയ ഉത്തരവാദിത്വം, ലോകത്തെ രുചിയുള്ളതാക്കി രസമുള്ളതാക്കി തീർക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം വളരെ നല്ല സന്തോഷം ഈ സൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവവചനം പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലോകം ഈ ചുറ്റുപാടുകളിൽ നമ്മുടെ ഒരു സർക്കിൾ ഒതുക്കി നിൽക്കാതെ
ലോകത്തിലേക്ക് ഏതെങ്കിലും നിലയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ റീസ് ആൻഡ് മീൻസ് കണ്ടെത്തണം. ലോകത്തിലേക്ക് എത്തുവാനുള്ള മാർഗം നാം കണ്ടെത്തണം. ഇനി എത്ര നാൾ സുവിശേഷത്തിന് വേണ്ടി ഒക്കെ ഉണ്ടാകും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ലഭ്യമായ അവസരങ്ങളിൽ കൂടെ മറ്റുള്ളവരുടെ ഈ സുവിശേഷ സന്ദേശം അറിയിക്കാൻ, സമാധാന പ്രഭുവിനെ കുറിച്ച് ഉള്ള സന്ദേശം അറിയിക്കാൻ നമുക്ക് കഴിയണം. ഗൗരവത്തോടെ നാം കാണും. ലോകത്തിന്റെ എക്സൈറ്റ്മെന്റ് കൊടുക്കണം നമ്മളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ദൈവമക്കളുടെ ജീവിതം കാണുമ്പോൾ ലോകത്തിന് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നില്ല. ലോകത്തിന് എക്സൈറ്റ്മെന്റ് തോന്നണം, അതാണ് വേണ്ടത്. ഇപ്പോ ഈ പ്രതിസന്ധിയുടെ ഇടയിലും ഈ കൂട്ടർ തളരുന്നില്ലല്ലോ. ഇവരുടെ മുഖം എന്തൊരു പ്രസന്നമാണ്. ഈ എക്സൈറ്റ്മെന്റിന്റെ കാരണം എന്താണ് എന്ന് അവർ അന്വേഷിക്കണം. ആ അന്വേഷണത്തിന്റെ ഫലമായിട്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് അവർ വരുവാൻ ഇടയാണ്. എന്നാൽ ഇന്ന് നമ്മൾ വ്യക്തികളായിട്ട്, കുടുംബമായിട്ട്, സഭയായിട്ട് ലോകത്തിന് മുൻപാകെ എക്സൈറ്റ്മെന്റ് ആകുന്നില്ല. അതുകൊണ്ടാണ് ലോകം മറ്റ് എക്സൈറ്റ്മെന്റിന്റെ പിന്നാലെ പോകുന്നത്. ടെലിവിഷൻ ചാനലിലും മറ്റുമുള്ള കോമഡി ഷോയ്ക്കും മറ്റു തരം എക്സൈറ്റ്മെന്റും ഒക്കെ പിന്നാലെ ലോകം പോകുന്നതിന്റെ കാരണം യഥാർത്ഥ എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ളത് നാം അവർക്ക് കൊടുക്കുന്നില്ല. പകരം ഇന്ന് നാം ബോറിംഗ് ആയി തീരുകയാണ്. നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങൾ പോലും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് പോലും, നമ്മുടെ പെരുമാറ്റവും ഇടപെടലും പോലും ബോറിംഗ് ആയി തീരുന്ന ഒരു സാധനം. എംപറർ ജൂലിയൻ ഒരിക്കൽ പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ മുഖം അത് കണ്ടാൽ സന്തോഷമില്ല, അബദ്ധം പറ്റിപ്പോയി എന്ന് തോന്നുന്ന, എപ്പോഴും മസിൽ പിടിച്ചിരിക്കുന്ന, ചിരിയില്ലാത്ത മുഖം അല്ലെ. മിച്ചറിയൻ സാർ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടു പോയല്ലോ എന്ന ഉള്ള രീതിയിൽ അങ്ങ് പറ്റിപ്പോയി, ഒന്ന് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല, ഒന്ന് വഴക്കുണ്ടാക്കാൻ പറ്റുന്നില്ല, അങ്ങ് വിട്ടുപോയി എന്ന് സാർ ഒരിക്കൽ പറഞ്ഞായിട്ട് ഓർമ്മ. അപ്പൊ അങ്ങനെ വളരെ മസിൽ പിടിച്ചിരിക്കുകയാണ്. ചിരിക്കരുത്. അപ്പോ ചിരിക്കുന്ന കാര്യം വേറെ ദിവസം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചിന്ത വരാം. കരയുന്ന കർത്താവ് കരഞ്ഞിട്ടുണ്ടോ, ചിരിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അത്ര തിയോളജിക്കൽ ചർച്ചയ്ക്കൊന്നും ഞാൻ വരുന്നില്ല. സന്തോഷമുള്ള ഹൃദയം അത് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ മനസ്സിന്റെ കണ്ണാടിയാണ്. മനസ്സിൽ സമാധാനമുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തും അത് തെളിയണം. ആ ചിരി അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരണം. ഒലിവർ വെൻഡൽ ഹോംസ് എന്ന് പറയുന്ന ഒരാള് ഒരിക്കൽ പറഞ്ഞു, ശവക്കുഴി വെട്ടുന്നത് പോലെയുള്ള മുഖവുമായി നിൽക്കുന്ന ക്രിസ്ത്യാനികളെ അല്ല ഞാൻ കണ്ടിരുന്നതെങ്കിൽ ഞാനൊരു ക്രിസ്തീയ ശുശ്രൂഷകനാകുമായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാനൊരു ക്രിസ്തീയ ശുശ്രൂഷകനാകുമായിരുന്നു, പക്ഷെ ആയില്ല. കാരണം എന്താ? ഞാൻ കുറെ ക്രിസ്ത്യാനികളെ കണ്ടുപോയി. എങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ? ശവക്കുഴി വെട്ടുന്നത് പോലെയുള്ള മുഖവുമായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനികൾ. എങ്ങനെയാ ശവക്കുഴി വെട്ടുന്നവരുടെ മുഖം? അയ്യോ, ഇന്നൊരു കുഴി കൂടെ വെട്ടാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തോടെയാണോ അവൻ കുഴി വെട്ടുന്നത്? ഓരോ കുഴി വെട്ടാനുള്ള ഓരോ തവണ മമ്മട്ടി താഴോട്ട് ഭൂമിയിലോട്ട് പതിപ്പിക്കുമ്പോഴും എന്തൊരു ഗതികേട്, ഒരുത്തനെ കൂടെ കൊന്നതിനെ കൂടെ അടക്കേണ്ടി വന്നല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കും അവൻ അത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഐ വുഡ് ഹാവ് ബിക്കം എ ക്രിസ്ത്യൻ വർക്കർ ഇഫ് ഐ ഹാഡ് നോട്ട് സീൻ ക്രിസ്ത്യൻസ് ലൈക്ക് അണ്ടർടേക്കേഴ്സ്. നമ്മുടെ മുഖം എങ്ങനെയുണ്ട്? നമ്മുടെ ചുറ്റുപാടുമുള്ളവര് യേശുക്രിസ്തുവിന്റെ ആ സൗമ്യതയും സന്തോഷവും സമാധാനവും നമ്മുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? അത് റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ മുഖം പലപ്പോഴും ഭാരം നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ മുഖമായി തീരുന്നു. വാട്ട് ഈസ് ദ റീസൺ? എന്താ അതിന്റെ കാരണം? നമുക്ക് ഭാരമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ നാളുകളിൽ നാം പല പ്രയാസങ്ങളും കടന്നു പോവുകയാണ്. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാരമുണ്ട്. പക്ഷേ ആ ഭാരവും ചുമന്നുകൊണ്ട് നാം നടക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? ഭാരം യഹോവയുടെ മേൽ നമുക്ക് വെക്കാൻ കഴിയും. വാട്ട് എ ജീസസ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു ഗാനം. ആ ഗാനത്തിന്റെ ഒരു വരികൾ ഇങ്ങനെയാണ്. അതിന്റെ ആ പല്ലവിയുടെ തന്നെ അവസാന ഭാഗത്ത്, all because we do not carry everything to God in prayer. എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? പ്രാർത്ഥനയുടെ ആ സമയത്ത് എന്റെ ഭാരങ്ങളെല്ലാം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ട് ഇറക്കി വെക്കുന്നില്ല. അതാണ് പ്രശ്നം. എന്റെ മനസ്സ് ഭാരം നിറഞ്ഞതായിത്തീരുന്നു. ആ മനസ്സിന്റെ ഭാരമെല്ലാം എന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന എന്റെ മുഖത്ത് ഈ ഭാരം നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന സമാധാനത്തെക്കുറിച്ച് എനിക്ക് മറ്റുള്ളവരോട് എങ്ങനെ പറയുവാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നാം ലോകത്തിന് രുചി, സന്തോഷം പകരണം. അതിന് നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കവിയണം. നാലാമത്തെ ഉപ്പിന്റെ പ്രത്യേകതയിലേക്ക് ഞാൻ വരട്ടെ. ഉപ്പ് തന്നെത്താൻ വെളിപ്പെടുത്താൻ നിൽക്കുന്ന ഒരു വസ്തുവല്ല. ഞാൻ വിശദീകരിക്കാം. ഉപ്പ് തന്നെത്താൻ വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം. ഒരു കറിയിൽ നമുക്കറിയാം, മഞ്ഞളിട്ടാൽ ആ കറി മുഴുവൻ മഞ്ഞ നിറമുള്ളതായിരിക്കും.
ഇനി മുളകാണ് കൂടുതലിടുന്നെങ്കിൽ ആ മുളകിന്റെ ചുമന്ന നിറം, അതിന്റെ നിറമാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. Because some people are like this. They do some good things, but they want to make it known to the whole world. ഒരു മുകളിൽ കയറിയുന്നുണ്ട് അത് ഘോഷിക്കും. ഞങ്ങൾ ക്രൂസൈഡ് നടത്തി 18 പേര് രക്ഷിക്കപ്പെട്ടു. 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു, അല്ലെ? ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ മഞ്ഞളിനെ പോലെ, മുളക് പൊടിയെ പോലെ എവിടെങ്കിലും ചെന്നാൽ ആ അന്തരീക്ഷം മുഴുവൻ അവരത് പിടിച്ചടക്കുകയാണ്. അവരുടെ നിറമാണ് പിന്നെ പ്രകടമാകുന്നത്. ഇന്ന് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വിളിച്ചു ഘോഷിക്കാൻ ഒട്ടേറെ മാധ്യമങ്ങളിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഉപ്പിന്റെ സ്വഭാവം എന്താ? ഉപ്പ് ഒരു കറിയിൽ നമ്മൾ ഇട്ടാൽ ആ ഉപ്പിന്റെ സ്വഭാവം കറിക്ക് കിട്ടും, പക്ഷേ അത് അതിന്റെ നിറമൊന്നും പ്രത്യേകിച്ച് വെളിപ്പെടുത്താൻ പോകില്ല. ആ കറിയുടെ നിറം എന്താണോ ആ കറിയുടെ നിറം തന്നെയായിരിക്കും ആ കറിക്ക് പിന്നീട് ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് എ സൈലന്റ് ഇൻഫ്ലുവൻസ്. നിശബ്ദമായ ഒരു സ്വാധീനമാണ് ഉപ്പിന് ഉള്ളത്. വലിയ പൊട്ടിഘോഷിക്കാനൊന്നും ഉണ്ടാകാതെ നാം നിശബ്ദമായി ലോകത്തെ സ്വാധീനിക്കുവാൻ തയ്യാറാണ്. നാം ചെയ്ത കാര്യങ്ങൾ ലോകത്തിന്റെ പുറമുകളിൽ കയറി നിന്ന് ഘോഷിക്കുക എന്നുള്ളതല്ല. നാം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. ദൈവസന്നിധിയിൽ അത് വയ്ക്കുക. ദൈവം അറിയട്ടെ. നല്ലവന് വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ അവിടെ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ എല്ലാം കത്തിത്തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ. അഞ്ചാമത്തെ ഒരു കാര്യം ഉപ്പിന്റെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്, ഉപ്പ് ദാഹം വർദ്ധിപ്പിക്കുന്ന ഒരു പദാർത്ഥം. ഉപ്പ് ദാഹം വർദ്ധിപ്പിക്കും. നമുക്കറിയാം, ബൈബിളിൽ പറയുന്നുണ്ട് ഉപ്പ് തിന്നുന്നവൻ, ബൈബിളല്ല, നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന പ്രയോഗമുണ്ട്, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, അല്ലെ? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗൾഫിലൊക്കെ ഈ പുറത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ ഒക്കെ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ സോൾട്ട് ടാബ്ലറ്റ്സ് കഴിക്കാൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തിനാ സോൾട്ട് ടാബ്ലറ്റ് കൊടുക്കുന്നത്? ഉപ്പ് ഗുളിക. അത് കഴിച്ചാൽ വെള്ളം കുടിക്കണമെന്ന് തോന്നും, അങ്ങനെ വെള്ളം കുടിക്കും. അങ്ങനെ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിർജ്ജലീകരണം ഉണ്ടാകും, ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഉപ്പ് ഗുളിക അവർ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സ്വഭാവം നമുക്കും ഉണ്ടാകണം. എന്ന് വെച്ചാൽ നമ്മുടെ ഇടപെടൽ മൂലം ലോകത്തിന് ദാഹം ഉണ്ടാകണം. ലോകം ദാഹിക്കണം. എന്തിനു വേണ്ടി ദാഹിക്കണം? ജലത്തിനു വേണ്ടി ദാഹിക്കണം. ജീവന്റെ ജലമായ കർത്താവിന് വേണ്ടി ദാഹിക്കണം. ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി ദാഹിക്കണം. ഞാനെന്ന ഉപ്പ് മൂലം എന്റെ സമ്പർക്ക വലയത്തിലുള്ളവർക്ക് ആത്മീക നിർജ്ജലീകരണം ഉണ്ടാകരുത്. ജീവജലത്തിനായുള്ള അവരുടെ ദാഹം വർദ്ധിപ്പിക്കുവാൻ എനിക്ക് കഴിയണം. മൈ നെയ്ബേഴ്സ്, മൈ കൊളീഗ്സ്, മൈ ഫാമിലി മെമ്പേഴ്സ്, മൈ ചർച്ച് മെമ്പേഴ്സ് എല്ലാവരും ആത്മീകമായ പാനം ചെയ്യുവാൻ ഇടയാകണം. കൂടുതൽ കൂടുതൽ കർത്താവിനെ ഗ്രഹിക്കണം, അറിയണം. അത് നടക്കണമെങ്കിൽ അതിനു മുമ്പ് മറ്റൊരു കാര്യം നടക്കണം. എന്താ? ഞാൻ തന്നെ ധാരാളം കുടിക്കണം, ജീവജലം കുടിക്കണം. കർത്താവിനെ ഞാൻ കൂടുതൽ അറിയണം. അവന്റെ വചനം ഞാൻ കൂടുതലായിട്ട് വായിക്കണം. ഞാൻ സമീപകാലത്ത് എഴുതിയൊരു ഗാനമുണ്ട്, എന്റെ താതൻ അറിയാതെ അവൻ അനുവദിക്കാതെ ഈ പാരിടത്തിലും ജീവിതത്തിലൊന്നും ഭവിക്കുകയില്ല എന്നൊരു ഗാനം. അതിന്റെ അവസാനത്തെ ചരണം ഇങ്ങനെയാണ്: അറിയണം അവനെ അധികം ഞാൻ, അതിനായി അനുവദിക്കും പ്രതികൂലവും മനോഭാരവും പ്രതിഫലമായി വീടും അനുവദിക്കും. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം, അറിയണം അവനെ അധികം ഞാൻ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണം. നാം തന്നെ കർത്താവിനെ കൂടുതൽ അറിയുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ കർത്താവിനെ അറിയിക്കാൻ കഴിയുള്ളൂ. ജെ.ഐ. പാക്കറുടെ വളരെ പ്രശസ്തമായ പുസ്തകമുണ്ട്, നോയിങ് ഗോഡ്. നിങ്ങൾക്ക് ലഭ്യമാവുമെങ്കിൽ ആ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ നാടുകളിൽ കർത്താവിനെ കൂടുതലായി അറിയുവാൻ, അങ്ങനെ ആ ജീവജലത്തിന്റെ ജലം കുടിക്കുവാൻ നമുക്ക് ഇടയാണ്. അവസാനമായിട്ട് ഉപ്പിന്റെ ഒരു സവിശേഷത, ഉപ്പ് ചീത്തയാകാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൗത്യം. ദൈവമക്കളുടെ മറ്റൊരു ഉത്തരവാദിത്വം, മറ്റൊരു ദൗത്യം അതാണ്. നമുക്കറിയാം, സഭ എടുക്കപ്പെടുന്ന ആ നിമിഷം, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ആ നിമിഷം തന്നെ ഈ ലോകത്തിന്റെ ഡീജനറേഷൻ അത് അധികരിക്കും. ഇറ്റ് വിൽ ഗോ ടു ദ ക്ലൈമാക്സ്. അത് ഇന്ന് ഒരു നിലയിൽ തടയുന്നത് സഭയുടെ ഈ ഭൂമിയിലെ സാന്നിധ്യമാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവർ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം എന്ന് പറയുന്നു, അല്ലെ? പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, സഭ മാറ്റപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുമ്പോൾ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ ഉണ്ടെങ്കിൽ പോലും അത് അതിന്റെ ക്ലൈമാക്സിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുന്നവരെ മാത്രമേ നമുക്ക് ഈ ലോകത്തെ സമ്പൂർണ്ണ ജീർണതയിൽ നിന്ന് തടയാൻ കഴിയുകയുള്ളൂ. അങ്ങുവരെ മാത്രമേ നമുക്ക് സുവിശേഷം പറയാൻ കഴിയുകയുള്ളൂ. അങ്ങുവരെ മാത്രമേ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, വാട്ട് am I doing with my time, with my talent, with my money and other resources today? ഇന്ന് ദൈവം എനിക്ക് നൽകിയ കാര്യങ്ങളിലൂടെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇവിടെ കർത്താവ് വരുന്നത് വരെ ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ഓർക്കുക.
എന്നാ കർത്താവ് വരിക? ഞാൻ ഓർക്കുന്നു, ഇസ്രയേലിലെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. 3-ാം ദേവാലയത്തിൽ പണിയേണ്ട അല്ലെങ്കിൽ അവിടെ വെക്കേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, യാഗപീഠം വരെ, പുരോഹിതരുടെ വസ്ത്രം വരെ. അപ്പൊ അതെല്ലാം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മ്യൂസിയം പോലെയാണ്. ഒരു പെൺകുട്ടി അതെല്ലാം കുട്ടികളെ കാണിച്ച് വിശദീകരിച്ചതാണ്. ഞാൻ അവസാനം ആ പെൺകുട്ടിയോട് ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ ദേവാലയം പണിയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, മശിഹ വരുമ്പോൾ. അപ്പൊ ഞാൻ വീണ്ടും ഒരു ചോദ്യം അവളോട് ചോദിച്ചു, when do you think the Messiah will come? മശിഹ എപ്പോൾ വരും എന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്? അല്പനിമിഷങ്ങൾ അവൾ മിണ്ടിയില്ല. എന്നിട്ട് പെട്ടെന്ന് അവൾ പൊട്ടിക്കറിഞ്ഞു. ഞാൻ ഭയപ്പെട്ടു പോയി, എന്തിനാ അവൾ കരയുന്നേ? എന്നിട്ട് അവൾ പറഞ്ഞു, പ്രോബ്ലി റൈറ്റ് നൗ, ഒരുപക്ഷെ ഇപ്പോൾ മശിഹ ഈ നിമിഷം വന്നേക്കണം. യഹൂദന്റെ പ്രതീക്ഷ ഏതാണ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതീക്ഷ എന്താണ്? നമ്മുടെ കർത്താവ് ഇപ്പം വരുമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നാം അനേക കാര്യങ്ങൾ അടുത്ത തലമുറകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി മാറ്റി ശേഖരിച്ചിരിക്കുകയാണ്. ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എത്ര വർഷമുണ്ടെങ്കിലും, എത്ര നാളുകളുണ്ടെങ്കിലും, എത്ര ദശാബ്ദങ്ങളുണ്ടെങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. സ്കോട്ട്ലൻഡിലെ ഹെലൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. 22 വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടി, അവൾ മരിച്ചു. 22-ാം വയസ്സിൽ മരിച്ചു. അവൾ മരിച്ചപ്പോൾ ആ രാഷ്ട്രം മുഴുവൻ തേങ്ങി എന്നാണ് പറയുന്നത്, കരഞ്ഞു. വലിയ കഴിവുകളൊന്നും അവൾക്കില്ല. അവൾ വലിയ പ്രസംഗമൊന്നും ആയിരുന്നില്ല, അധ്യാപികയൊന്നും ആയിരുന്നില്ല, ഗായികയായിരുന്നില്ല, എഴുത്തുകാരിയായിരുന്നില്ല, വലിയ സംഘടനാ നേതാവൊന്നും ആയിരുന്നില്ല. എന്തായിരുന്നു അവളുടെ പ്രത്യേകത? എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് അവൾ ഉണരും, പ്രാർത്ഥിക്കും, അനേക മണിക്കൂറുകൾ വചനം വായിക്കും. അവളുടെ ഡയറിയിൽ ഏകദേശം 300 മിഷണറിമാരുടെ പേരുകൾ ഉണ്ടായിരുന്നു. നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 100-ലധികം പേര് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. അവൾ പോകുന്നിടത്തെല്ലാം അവിടുത്തെ സംസാര ഭാഷ പോലും അന്തരീക്ഷം മാറും. അരുതാത്ത വാക്കുകളൊന്നും ആളുകൾ പറയുകയില്ല. അവൾ ചെന്ന് കഴിഞ്ഞാൽ പഠിച്ച കോളേജില് ഷി വാസ് ആൻ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. ഹെലൻ എന്ന് പറഞ്ഞാൽ സമം എന്നിട്ടുണ്ട് ദൈവത്തിന്റെ ഉപ്പ് എന്ന് നമുക്ക് എഴുതി ചേർക്കാൻ കഴിയും. അവൾ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും എല്ലാം ഉപ്പിനെ പോലെയാണ്. കർത്താവ് കഴിഞ്ഞ 2000 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് നമ്മോട് പറയുകയാണ്, നമ്മോട് ആവർത്തിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും താൻ പറയുകയാണ്, യു ആർ ദ സോൾട്ട് ഓഫ് ദി വേൾഡ്. നാം 6 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഉപ്പിനെ മറ്റുള്ള വസ്തുക്കൾക്ക് സ്വാധീനിക്കാൻ കഴിയുകയില്ല. ഈ ലോകം നമ്മെ സ്വാധീനിക്കാൻ പാടില്ല. 2, ഉപ്പിന്റെ ശുഭ്രത, നാം ജീവിത വിശുദ്ധി നേടണം, എന്നിട്ട് ആ വിശുദ്ധി ലോകത്തിന് കൈമാറണം. 3, ഉപ്പിന്റെ രുചി, നമ്മിലൂടെ ലോകം യഥാർത്ഥ ജീവിത രുചി, യഥാർത്ഥ രസം, സന്തോഷം അറിയുവാൻ ഇടയാകണം. 4, ഉപ്പ് തന്നെത്താൻ വെളിപ്പെടുത്താൻ നിൽക്കുകയില്ല. 5, ഉപ്പ് ദാഹം വർദ്ധിപ്പിക്കുന്നു. നാം മൂലം ലോകം ജീവജലം കുടിക്കുവാൻ ദാഹാർത്ഥരായി തീരണം. 6, ഉപ്പ് ജീർണത തടുക്കുന്നു. ഞാൻ ഭരിക്കുന്ന ചെറിയ ലോകം അത് ചീത്തയാകുന്ന നാം സൂക്ഷിക്കും. ആദ്യം പറഞ്ഞ ആ വാക്കിലേക്ക് ഞാൻ തിരികെ വരട്ടെ. ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കുക. നമ്മെ കർത്താവ് തന്റെ ജീവൻ നൽകി വീണ്ടെടുത്തതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതാണ്. നാം ആയിരിക്കുന്ന ആ സ്ഥലത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക. ആ ജോലി സ്ഥലം, നമ്മുടെ സഭ, നമ്മുടെ കുടുംബം, നമ്മുടെ ഗ്രാമം, നാം അവിടെ ഒരു സ്വാധീനമാകുന്നുണ്ടോ? അതോ നമ്മുടെ വാക്കുകളും എഴുത്തുകളും പെരുമാറ്റവും അന്യരെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണോ? ദൈവപ്രസാദകരമാണോ എന്റെ ഇടപെടലുകൾ? നാം ഗൗരവത്തോടെ ആ കാര്യം. ആ വാക്യത്തിന്റെ അവസാനത്തേക്ക് ഞാൻ പറയുന്നത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ നിലത്തിട്ട് ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും പറ്റുമോ? കാരമില്ലാത്ത ഉപ്പുണ്ടോ? ഉണ്ട്. ചാവുകട തീരത്തെ ഉപ്പ് അത് കണ്ടാമിനേറ്റഡ് ആണ്, മാലിന്യം നിറഞ്ഞതാണ്. ജിപ്സവും മറ്റ് മിനറൽസും എല്ലാം അവിടെ കൂടിച്ചേർന്നതാണ്. ചെടിയുടെ ചവിട്ടിലിടാൻ പോലും അത് കൊള്ളില്ല. വഴിയിൽ അത് വിരിക്കും, കല്ലുപോലെ ചവിട്ടാൻ വേണ്ടി. അതിന് മാത്രമേ അത് പിന്നെ ആ ഉപ്പ് ഉപയോഗിക്കുകയുള്ളൂ. എത്ര നല്ല പദാർത്ഥമാണെങ്കിലും പിന്നെ അത് ഉപയോഗശൂന്യമായി തീരുക. നമ്മുടെ അവസ്ഥ അതായി തീരാതെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് പറയുകയാണ്, മൈ ഡിയർ സൺ, മൈ ഡിയർ ഡോട്ടർ, യു ആർ ദ സോൾട്ട് ഓഫ് ദ വേൾഡ്. നീ ലോകത്തിന്റെ ഉപ്പാണ്. നമുക്ക് കർത്താവിനോട് തിരിച്ച് പറയാം, യെസ് ലോർഡ്, ഐ വാണ്ട് ടു ബിക്കം ദ സോൾട്ട് ഓഫ് എ ലിറ്റിൽ വേൾഡ് വേർ ഐ ലിവ് ഇൻ. കർത്താവെ, ഞാൻ പാർക്കുന്ന ആ ചെറിയ ലോകത്ത് ഉപ്പായി തീരുവാൻ പിന്നെ എന്നെ സഹായിക്കണമേ. സൈലന്റ് ആയിട്ട് ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ എന്റെ ശിഷ്ടജീവിതം ഇടയായി തീർന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സഹായിക്കട്ടെ. നാമം വാഴ്ത്തപ്പെടും.